സിന്ദൂരരേഖ ഭാഗം 22. നേരം പുലർന്നു എന്ന് കണ്ടതും പിന്നീട് അവൻ ഉറങ്ങാൻ തോന്നിയില്ല. നേരെ ഡ്രസ്സ് മാറി ജോഗിങ് ചെയ്യാമെന്ന് കരുതി പുറത്തേക്കിറങ്ങി. നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരോ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. മനു ആയിരിക്കും എന്ന് അമ്മയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അധികം താമസിക്കാൻ നിൽക്കാതെ അമ്മ അടുക്കളയിലേക്ക് കയറിയിരുന്നു. ശ്രീയമ്മേ. അടുക്കളയിൽ ഒരു ജോലി ചെയ്തു നിൽക്കുന്ന സമയമായിരുന്നു പിന്നിൽ നിന്ന് അവളുടെ വിളി കേൾക്കുന്നത്. പുഞ്ചിരിയോടെ തന്നെ അമ്മ തിരിഞ്ഞു നോക്കി. കോളേജിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും അമ്മ ഉണരുന്ന സമയം തന്നെ ഉണരാറുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മാളു അടുക്കളയിലേക്ക് എത്തിയിരിക്കുന്നത്. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ ഒരു കപ്പിലേക്ക് പകർത്തി അത് അവൾക്ക് നേരെ നീട്ടിയമ്മ. മനു ജോഗിങ്ങിന് പോയി അല്ലേ? അമ്മ സംശയത്തോട് ചോദിച്ചിട്ട് അവൻ എവിടെ പോയിന്നോ എവിടെയാണെന്നോ അറിയാത്തത് കൊണ്ട് തന്നെ അവൾക്ക് എന്തുത്തരം പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കണ്ടില്ലമ്മേ. ഞാൻ ഉണർന്നപ്പോഴേക്കും മനുവേട്ടൻ മുറിയിലില്ലായിരുന്നു. അമ്മാളു തനിക്കറിയാവുന്ന കാര്യം അമ്മയോട് തുറന്നു പറയുക തന്നെ ചെയ്തു. അമ്മ. അപ്പോൾ തന്നെ മനു അമ്മയെ വിളിക്കുന്ന ശബ്ദം രണ്ടുപേരും കേട്ടിരുന്നു. അമ്മ അടുക്കളയുടെ വാതിൽക്കൽ നിന്ന് തന്നെ അകത്തേക്ക് നോക്കിയപ്പോൾ മനു ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ആഹാ, രാവിലെ തന്നെ ജോഗിങ്ങിന് പോയോ നീ? ആ അമ്മേ, ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജോഗിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പോയി ഫ്രഷായി വാ. അമ്മ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് തന്നെ നടന്നിരുന്നു. അവൻ മുകളിൽ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും അവനുള്ള ചായയുമായി പോകുന്നു എന്ന രീതിയിൽ അവിടെ ഇരുന്നിരുന്ന കപ്പിൽ നിന്നും ചായ എടുത്ത് ചെറിയ കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് അമ്മാളുവും മുകളിലേക്ക് നടന്നു. അവൾ മുറിയിലെത്തി നോക്കിയപ്പോൾ അവൻ കുളിക്കുകയാണ് എന്ന് മനസ്സിലായി. ഇന്ന് രണ്ടിലൊരു കാര്യം തീരുമാനിച്ചുറപ്പിക്കണം എന്ന കാര്യം അവൾ മനസ്സിൽ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ഇന്നലെ രാത്രി അവൻ വരുന്നതും കാത്ത് ഒരുപാട് സമയം താൻ കാത്തിരുന്നതാണ്. പക്ഷേ ഒത്തിരി സമയം കാത്തിരുന്നിട്ടും അവൻ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടെന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ താഴേക്കിറങ്ങി ചെന്ന് അന്വേഷിക്കാനും നിന്നില്ല. പക്ഷേ ഇന്നലെ അത്രയും സമയം കാത്തിരുന്ന് നോക്കിയിട്ടും അവൻ മുകളിലേക്ക് കയറി വരാതിരുന്നത് ഒരു ചെറിയ വിഷമം അവളിൽ ഉണ്ടാക്കിയിരുന്നു. എന്ത് കാര്യമാണെങ്കിലും അതൊന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത അവളിൽ അന്നേരം കടന്നു വന്നിരുന്നു. പോരാത്തതിന് തന്നോടൊരുമാതിരി അവഗണന കാണിക്കും പോലെയാണ് അവൻ്റെ പെരുമാറ്റം. ഇപ്പോഴെങ്കിലും താനായിട്ട് അവനോട് സംസാരിക്കാൻ ചെന്നാൽ തന്നെ അവൻ തന്നെ അവഗണിക്കുന്നത് പോലുള്ളൊരു പെരുമാറ്റമാണ് അവനിൽ നിന്ന് തനിക്ക് തിരികെ ലഭിക്കുക. അതുകൊണ്ട് അതിനൊരു മറുപടി എന്നതുപോലെയാണ് അന്ന് പാർക്കിൽ വെച്ച് അവൻ സംസാരിക്കാൻ വന്നപ്പോഴും താനും അവൻ കാണിക്കുന്നത് പോലെ ഒരു അവഗണന തിരികെ കാണിച്ചത്. പക്ഷേ അതങ്ങനെ കാണിച്ചപ്പോഴേക്കും അത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറുമെന്ന് കരുതിയിരുന്നില്ല. ഇതിപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് തന്നോടൊന്ന് തുറന്നു പറഞ്ഞാൽ എന്താണ് എന്നൊരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ അന്നേരം വന്നിരുന്നത്. അവൻ പോകുന്നതിന് മുൻപ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം താൻ അവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതുമാണ്. കട്ടിലിരുന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്തായിരുന്നു അവൻ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഷർട്ട് ഇടാതെ ഒരു ചെറിയ പാൻറ് മാത്രം ഇട്ടുകൊണ്ടാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അവളെ കണ്ടിട്ടും അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ നോക്കിയിരുന്നിട്ട് പോലും അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവളെ അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയായിരുന്നു. വാർഡ്രോബ് തുറന്ന് അതിനകത്ത് നിന്ന് ഹെയർ ഡ്രയർ എടുത്ത് മുടി ഉണക്കുന്നതും ടീഷർട്ട് എടുത്തിടുന്നതും ഒക്കെ അമ്മാളു കട്ടിലിരുന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവൻ അവളെ ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. അവന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതും അവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാനായി വാതിലിൻ്റെ അടുത്തേക്കെത്തി. മനുവേട്ടാ. അവൻ വാതിൽ തുറക്കാൻ ഒരുങ്ങുന്നു എന്ന് കണ്ട മാത്രയിൽ അവൾ സർവ്വശക്തിയും എടുത്തെന്ന പോലെ അവനെ വിളിച്ചിരുന്നു. ഇത്രയും നേരം നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നതെങ്കിലും അവനോട് സംസാരിക്കാൻ നേരമായപ്പോഴേക്കും എന്തോ ഒരു വെപ്രാളം അവളെ പിടികൂടുന്നുണ്ടായിരുന്നു. അവളുടെ ആ വിളിയിൽ പിടിച്ചു കെട്ടിയതുപോലെ അവൻ അവിടെ തന്നെ നിന്നു പോവുകയും ചെയ്തു. കട്ടിലിൽ തന്നെ ഇരുന്നാണ് അമ്മാളും അവനെ വിളിച്ചത്. മനു അവളെ തിരിഞ്ഞു നോക്കി. അവളും അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. എന്നെയാണോ എന്നവൻ അവളോട് തിരികെ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ തലയനക്കി. അത് കേട്ടതും അവൻ തിരികെ അകത്തേക്ക് തന്നെ നടന്നു വന്നു. തിരക്കാണോ? അമ്മാളും അവനോട് സംശയത്തോടെ ചോദിച്ചപ്പോൾ അവൻ അവളെ തിരികെ ഒന്ന് സംശയത്തിൽ നോക്കി. ഇല്ല, തിരക്കൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. ഐ വോണ്ട് ടു ടോക്ക് ടു യു. അവൾ പറഞ്ഞതും അവൻ എതിർപ്പൊന്നും ഇല്ലാതെ തന്നെ അവളുടെ മുന്നിലായിട്ടിരിക്കുന്ന ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കസേരയിലേക്കിരുന്നു. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്നെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടോ? മുഖവര ഒന്നും ഇല്ലാതെ തന്നെ അവൾ അവനോട് അതാണ് ആദ്യം ചോദിച്ചത്. തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യത്തിൽ മനു ഒന്ന് പകച്ചു. എങ്കിലും അവളുടെ മുന്നിൽ പതറിപ്പോയില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ദെൻ വൈ? എന്തിനാണ് എന്നോട് ഈ അവഗണന? അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഗൗരവം മാത്രമായിരുന്നു അവളുടെ ശബ്ദത്തിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത്.
അതുപോലെ തന്നെ ഗൗരവം നിറഞ്ഞത് തന്നെയായിരുന്നു അവളുടെ മുഖഭാവവും. ഞാൻ തന്നോട് എന്ത് അവഗണനയാണ് കാണിച്ചത്? അവൻ അവളോട് സംശയത്തോടെ തിരികെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ എന്താണെന്ന് പറയണം. വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം അടുത്താകാനായി. ഇത്രയും നാളായിട്ടും നിങ്ങൾ എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. എന്തിന്? ഒരു വാക്കുകൊണ്ട് പോലും. ബാക്കി പറയാനാവാതെ അവളൊന്ന് നിർത്തി. താൻ എടോ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. പക്ഷേ എനിക്കെന്തോ പറ്റാത്തതുപോലെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്നില്ല. നമുക്കിന്നെങ്ങോട്ടെങ്കിലും പോവാം. ഐ മസ്റ്റ് വോണ്ട് ടു ടോക്ക് ടു യു. അതിന് ഈ വീട്ടിലിങ്ങനെ അടച്ചുപൂട്ടിയിരുന്ന് സംസാരിക്കുന്നതിലും നല്ലത് എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസിലിരുന്ന് സംസാരിക്കുന്നതാവും എനിക്ക് തോന്നുന്നു. ഗൗരവത്തിൽ അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. അവൻ അത് തലയാട്ടി സമ്മതിച്ചപ്പോൾ തന്നെ അവൾ കോളേജിലേക്ക് വിളിച്ച് ഇന്ന് ലീവാണെന്ന കാര്യം പറഞ്ഞിരുന്നു. താഴെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനു താനും അവളും കൂടി പുറത്തേക്ക് പോവുകയാണ് എന്ന കാര്യം അമ്മയോടും ഉണ്ണിയോടും ഒക്കെ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണി മനുവിനെ സംശയത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ നേരെ അമ്മാളുവിലേക്കായി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിലായിരുന്നു ഉണ്ണി അമ്മാളുവിനെ നോക്കിയത്. അവൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൻ്റെ ഉള്ളിൽ എന്താണെന്നത് അവൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിലൊന്ന് കണ്ണടച്ചു കാണിച്ചു. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് അമ്മാളുവിനോട് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷമാണ് ഉണ്ണി പോകാനായി ഇറങ്ങിയത്. അവൻ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞുകൊണ്ട് മനുവും അമ്മാളുവും ഇറങ്ങിയിരുന്നു. അന്ന് രണ്ടുപേരും വന്നിരുന്ന അതേ പാർക്കിൽ തന്നെയായിരുന്നു രണ്ടുപേരും വീണ്ടും തിരികെ വന്നത്. ഒരു ബെഞ്ചിൻ്റെ തന്നെ രണ്ടരികിലായിട്ട് ഇരുവരും കൂടിയിരുന്നു. കുറച്ചു സമയം നിശബ്ദമായി വെറുതെ പോയി. എങ്കിലും അമ്മാള് തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. മനുവേട്ടൻ എന്നെ ഒരു താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചതാണല്ലേ? അത് ചോദിക്കുന്നതിനൊപ്പം അവളുടെ ചുണ്ടിൽ വേദനയോടെയുള്ളൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അങ്ങനെ ചോദിച്ചാൽ ഒരു തരത്തിൽ അങ്ങനെയാണെന്ന് തന്നെ പറയാം. അവൻ അതിനെ കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കാതെ സമ്മതിച്ചു കൊടുത്തിരുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ഉള്ളിലൊരു പിടച്ചിൽ തോന്നി. എന്തോ ഒരു നോവ്. അവൻ അങ്ങനെ ഇത്ര വേഗത്തിൽ അത് സമ്മതിച്ചു തരും എന്ന് കരുതി ചോദിച്ചതല്ലായിരുന്നു അവൾ. എങ്കിലും മറുപടി അതുതന്നെയായിരുന്നു എന്ന് ബുദ്ധി പറഞ്ഞതുമാണ്. പക്ഷേ പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അത് മനസ്സിന് എളുപ്പം അംഗീകരിച്ചു കൊടുക്കാനാവാത്തതുപോലെ. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അംഗീകരിച്ചൊരു കാര്യമാണ് ഈ വിവാഹം. 2 വർഷം മുന്നെയാണ് എൻ്റെ കല്യാണം എന്നൊരു കോൺസെപ്റ്റ് അമ്മ പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയൊരു കാര്യത്തിന് മനസ്സുകൊണ്ട് ഒരുക്കം അല്ലാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷം ഞാൻ ഒരു കണക്കിന് അമ്മയോട് പറഞ്ഞു പിടിച്ചു നിന്നു. ഒടുക്കം എപ്പോഴോ അമ്മ ചോദിച്ചപ്പോൾ എല്ലാം അമ്മയുടെ ഇഷ്ടത്തിനെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തുപോയി. അതിങ്ങനെയൊരവസ്ഥ വരെ എത്തിക്കുമെന്ന് കരുതിയതല്ല എൻ്റെ ആ ഒരു വാക്ക്. അത് കേട്ട് അടുത്ത ആഴ്ച തന്നെ അമ്മ എനിക്കുള്ള കുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ഒരു കഥ പറയുന്നത് പോലെ മനു അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മാളുവിനോട് പറഞ്ഞു. അവൾ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ചെയ്തു. തന്നോട് എനിക്ക് അവഗണന കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് തന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നതാണ് സത്യം. താൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി തനിക്ക് എന്നെയും അക്സെപ്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെന്ന്. മനു പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അത് മാറട്ടെ, എന്നിട്ടാവാം നമുക്ക് ബാക്കി സംസാരം. ആൻഡ് അത് കാരണം കൊണ്ട് എന്നോട് ഇനി സംസാരിക്കാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഐ നോ വാട്ട് ടു ഡു മനുവേട്ട. അമ്മാള് പറഞ്ഞതും മനു അവളെ ഒന്ന് നോക്കി. അവളുടെ ആ സംസാരത്തിൽ നിന്നും അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു തോന്നൽ അവനിലുണ്ടായിരുന്നു. കാരണം തനിക്ക് അവളോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം അവൾ മനസ്സിലാക്കി അത് അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈയൊരു കാര്യം താൻ അവളോട് തുറന്നു പറയുമ്പോൾ അവൾ ദേഷ്യപ്പെടും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. മറിച്ച് അവൾ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് സംസാരിച്ചത്. മനുവേട്ടൻ എന്നോട് സംസാരിക്കാതിരിക്കാനും എന്നെ സ്നേഹിക്കാതിരിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാകാം. അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ദിവസം നിങ്ങൾ അതെല്ലാം എന്നോട് തുറന്നു പറയേണ്ട അവസരം വരും. അന്ന് മറച്ചു വെക്കാനൊന്നുമില്ലാത്ത വിധത്തിൽ എല്ലാം എന്നോട് പറഞ്ഞേക്കണം. അമ്മാള് പറഞ്ഞതും മനു അവളെ നോക്കി പതിയെ ഒന്ന് തലയാട്ടി. പിന്നെ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയായിരുന്നു അവളത് പറഞ്ഞത്. അത് കേട്ടതും തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. വൈ? തിരികെ അങ്ങനെയൊരു ചോദ്യമാണ് അവൻ അവളോട് ചോദിച്ചത്. അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ അവനെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റിൽ എ മിസ്റ്ററി. എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നാണ്. പിന്നെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്നാണ് അറിയേണ്ടതെങ്കിൽ അതിന് ഇനിയും സമയമുണ്ട്. അപ്പോൾ പറയാം. കുഞ്ഞൊരു പുഞ്ചിരിയോടെ അമ്മാള് പറഞ്ഞതും മനു വെറുതെ അത് സമ്മതിച്ച രീതിയിൽ തലയനക്കി. ടു ബി ഫ്രാങ്ക്, എനിക്കല്പം വിശക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് അമ്മാള് പറഞ്ഞപ്പോൾ ആണ് ഭക്ഷണം കഴിക്കുന്ന കാര്യം രണ്ടുപേരും ഓർത്തത്.
സമയം നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഒരു സോറി പറഞ്ഞുകൊണ്ട് മനു വേഗം തന്നെ അവളുമായിട്ടൊരു ഹോട്ടലിലേക്ക് പോയി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തിയത്. രാത്രിയായ നേരം മനുവിന് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് അവൻ മുറിയിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഏകദേശം 8 മണി സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള നേരവും ആയിട്ടുണ്ടായിരുന്നില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.